ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ: വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഡി. ഉത്തരം വൈറ്റമിൻ സി. മഹൌഷധി എന്നറിയപ്പെടുന്ന സസ്യം: മഞ്ഞൾ, ഏലം, ഇഞ്ചി, ഗ്രാമ്പു. ഉത്തരം ഇഞ്ചി. മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന വാതകം: നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഓക്സിജൻ. ഉത്തരം നൈട്രജൻ. നെഞ്ചിലെ കഫക്കെട്ട് മാറാൻ ഏറ്റവും ഉത്തമമായത് ഏത്? ഉലുവ, തേൻ, ഇഞ്ചി, ഏലം. ഉത്തരം ഇഞ്ചി. ഇഞ്ചിയിൽ വലിയ അളവിൽ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദിവസവും ചൂടുള്ള ഇഞ്ചിച്ചായ കുടിക്കുന്നത് നെഞ്ചിലെ അണുബാധയ്ക്കുള്ള ഏറ്റവും മികച്ച പ്രതിവിധിയാണ്. ഔഷധ ഗുണമുള്ള പ്രകൃതിദത്ത ആന്റിമൈക്രോബിയൽ ഘടകങ്ങളും ഇഞ്ചിയിലുണ്ട് എന്നതാണ് ഇതിന് പ്രധാന കാരണം. കൂടാതെ വൈറ്റമിൻ സി, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവയും വലിയ അളവിൽ ഇഞ്ചിയിൽ കാണപ്പെടുന്നു. ദിവസത്തിൽ 2 തവണ ഇഞ്ചിച്ചായ ശീലമാക്കിയാൽ അത് നെഞ്ചിൽ അടിഞ്ഞുകൂടിയ കഫം നീക്കം ചെയ്യുക മാത്രമല്ല, നെഞ്ചിൽ കാണപ്പെടുന്ന ഫംഗസിനെ നീക്കം ചെയ്ത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷവായു ശുദ്ധീകരിക്കാൻ ഏറ്റവും കഴിവുള്ള സസ്യം: അരളി, സർപ്പഗന്ധി, ഓർക്കിഡ്, തുളസി. ഉത്തരം തുളസി. വീണ, തമ്പുരു എന്നിങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി: തേക്ക്, പ്ലാവ്, ആൽ, ജാതി. ഉത്തരം പ്ലാവ്. ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവി: അരണ, മത്സ്യം, ഓന്ത്, പാമ്പ്. ഉത്തരം മത്സ്യം. ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം: ഓപ്ഷൻസ്: ഏലക്ക, ഗ്രാമ്പു, വാനില, കുങ്കുമപ്പൂവ്. ഉത്തരം കുങ്കുമപ്പൂവ്. ജലത്തിൽ ജീവിക്കുമെങ്കിലും ജലത്തിലെ വായു ശ്വസിക്കാൻ സാധിക്കാത്ത ജീവി: മുതല, മത്സ്യം, സ്രാവ്, പാമ്പ്. ഉത്തരം മുതല. അണലി വിഷം ബാധിക്കുന്ന ശരീരഭാഗം: ഓപ്ഷൻസ്: കരൾ, ഹൃദയം, വൃക്ക, ആമാശയം. ഉത്തരം വൃക്ക. സ്വന്തം ശരീരത്തിന്റെ അത്രയും നാക്കിന് നീളമുള്ള ജീവി: ഓപ്ഷൻസ്: ചിലന്തി, അരണ, മുതല, ഓന്ത്. ഉത്തരം ഓന്ത്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം: നത്തോലി, മത്തി, സ്രാവ്, കരിമീൻ. ഉത്തരം കരിമീൻ. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ചെടി: ഓപ്ഷൻസ്: അരളി, കൃഷ്ണതുളസി, സർപ്പഗന്ധി, വേപ്പ്. ഉത്തരം കൃഷ്ണതുളസി. കുട്ടികളിലെ വിളർച്ച തടയാൻ ഏറ്റവും ഉത്തമമായ ധാന്യമേത്? ഓപ്ഷൻസ്: രാഗി, ചെറുപയർ, ഗോതമ്പ്, അരി. ഉത്തരം രാഗി. രാഗിയിൽ കാൽസ്യം, അയൺ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി1, കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ് തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു. ഇത് കുട്ടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യുന്നു. ധാരാളം അയൺ ഉള്ളതിനാൽ വിളർച്ചയുള്ള കുട്ടികൾക്ക് ഏറെ ഉത്തമമാണ് രാഗി. പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇല: കറിവേപ്പില, പേരയില, മാവില, ആര്യവേപ്പില. ഉത്തരം ആര്യവേപ്പില. ദിവസവും ആര്യവേപ്പില കഴിക്കുന്നത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്കും ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർക്കും ആര്യവേപ്പില ഗുണപ്രദമാണ്. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി: കുരുവി, കാക്ക, പൊന്മാൻ, തത്ത. ഉത്തരം പൊന്മാൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം:
ഓപ്ഷൻസ് കാൽസ്യം, മഗ്നീഷ്യം, അയൺ, സിങ്ക്. ഉത്തരം കാൽസ്യം. ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പത്തിൽ തുടരുന്ന മനുഷ്യ അവയവം ഏത്? ഓപ്ഷൻസ് കൺപോള, നേത്രഗോളം, ചെവി, മൂക്ക്. ഉത്തരം നേത്രഗോളം. ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥം. ഓപ്ഷൻസ് മാംസം, പഴങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ. ഉത്തരം ഇലക്കറികൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻസ് വിറ്റാമിൻ ഇ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ. ഉത്തരം വിറ്റാമിൻ കെ. വികാരകേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ത്രീഭാഗം. യോനി, കഴുത്ത്, മാറിടം, ജി-സ്പോട്ട്. ഉത്തരം ജി-സ്പോട്ട്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം. അനീമിയ, ക്യാൻസർ, ക്ഷയം, മന്ത്. ഉത്തരം ക്ഷയം. മധുരം അറിയുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിന്റെ ഏത് ഭാഗത്താണ്? ഓപ്ഷൻസ് മുൻഭാഗം, ഇടതുവശം, വലതുവശം, ഉൾഭാഗം. ഉത്തരം മുൻഭാഗം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം. ഓപ്ഷൻസ് ജപ്പാൻ, ചൈന, അമേരിക്ക, ഇന്ത്യ. ഉത്തരം ഇന്ത്യ. മാറ്റിവെക്കപ്പെട്ട ആദ്യ മനുഷ്യ അവയവം. ഓപ്ഷൻസ് കരൾ, ഹൃദയം, കണ്ണ്, വൃക്ക. ഉത്തരം വൃക്ക. സമ്പൂർണ്ണ ഭക്ഷണം എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഓപ്ഷൻസ് പഴങ്ങൾ, പച്ചക്കറികൾ, തേൻ, പാൽ. ഉത്തരം പാൽ. പാവപ്പെട്ടവന്റെ മാംസം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ് പാൽ, ആപ്പിൾ, സോയാബീൻ, കോഴി. ഉത്തരം സോയാബീൻ. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഡി. ഉത്തരം വൈറ്റമിൻ എ. വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അവയവം. നാവ്, കണ്ണ്, ചെവി, ത്വക്ക്. ഉത്തരം ചെവി. കൂടുതൽ അളവിൽ കട്ടൻ ചായ കുടിച്ചാൽ ഉണ്ടാവുന്ന അസുഖം. ഓപ്ഷൻസ് പ്രമേഹം, മലബന്ധം, അതിസാരം, അൾസർ. ഉത്തരം മലബന്ധം. കട്ടൻ ചായയിൽ അടങ്ങിയ പ്രധാന ചേരുവയാണ് ടാനിൻ. ടാനിന്റെ പ്രവർത്തന ഫലമായി ധാരാളം പാഴ്വസ്തുക്കൾ നിങ്ങളുടെ വയർ പുറന്തള്ളാതെ സൂക്ഷിക്കുന്നു. കട്ടൻ ചായയുടെ അമിതോപയോഗം നിങ്ങളിൽ മലബന്ധത്തിന് കാരണമാകുന്നു. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. കരൾ, ഹൃദയം, ആമാശയം, വൃക്ക. ഉത്തരം കരൾ.